മായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവപാദപ്പെടുത്തെങ്കിൽ വീണ്ടുമായിരിക്കാൻ കർത്തൃപാദപ്പെടുത്തെങ്കിൽ നമുക്ക് ബലപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും നമ്മൾ 7-ാം അധ്യായത്തിലാണ് നാം ആയിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തിന്റെ ശക്തി, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ പരിമിതി. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ ശക്തി, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ പരിമിതി. അപ്പോൾ 2 കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. അത് ന്യായപ്രമാണത്തിന്റെ ശക്തി. എന്തായിരുന്നു ന്യായപ്രമാണത്തിന്റെ ശക്തി? 7-ാം അധ്യായം 1 മുതൽ 6 വരെ വായിച്ചതിൽ നിന്ന് എന്താണ് ന്യായപ്രമാണത്തിന്റെ ശക്തി? ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതിനെക്കുറിച്ചൊന്ന് വിവരിച്ചിട്ട് ഇനി ഞാൻ അതിനെ പിന്നീടും ഒന്നുകൂടി ചോദിക്കാം. അതായത് 1 മുതൽ 6 എന്താണ് ന്യായപ്രമാണത്തിന്റെ ശക്തി എന്ന് 7-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്. 12-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്. അതിന്റെ 12, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പോ പ്രസന്റ് കണ്ടീഷൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? ന്യായപ്രമാണത്തിന് സാധിക്കാത്ത ഒരു കാര്യം സാധിപ്പിച്ചു തന്ന ക്രിസ്തുവിലാണ് നാം അധീനരായിരിക്കുന്നത്. അപ്പോ ആ ശക്തി, നമ്മളെ പിടിച്ചു വെച്ചതായ ശക്തിയിൽ നിന്നും നമ്മെ വിടുവിച്ച് കർത്താവിൽ കൂടെ നമുക്ക് ഒരു രക്ഷ നൽകി തരുവാനായിട്ടിടയായി. അതാ ന്യായപ്രമാണത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ, ആസ് ലോങ് ആസ് യു ആർ അണ്ടർ ദ ലോ, നിങ്ങൾ അധീനരാണ്. എത്രമാത്രം നിങ്ങൾ അതിൽ ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ സമയം മുഴുവൻ എന്താണ്? അധീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി ആ സ്കൂളിലുള്ള ലോ പ്രകാരം വേണം നടക്കുവാൻ. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ എന്തായിരിക്കും? അവൻ അല്ലെങ്കിൽ അവള് സ്വാതന്ത്ര്യം പ്രാപിച്ചു ആയിരിക്കും. അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് പോകുന്നവര് ആ കമ്പനിയുടെ പ്രൊസീജിയർ ആൻഡ് റൂൾസ് പ്രകാരമാണ് ജീവിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ ന്യായപ്രമാണത്തിൽ എബൈഡ് ആണ് എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ കീഴിലാണ്. ആ അധികാരം എന്തെല്ലാം പറയുന്നു അതനുസരിച്ചാണ് ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നത്. പക്ഷേ പൗലോസ് ഇവിടെ പറയുകയാണ്, ആ അധികാരത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാനായിട്ട് ക്രിസ്തു ഒരു മാർഗം നിർദ്ദേശിച്ചു. അതാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റു എന്ന് പറഞ്ഞാൽ മരിക്കുവാനായിട്ടിടയായി. അതിനുശേഷം നമ്മെ ആ ന്യായപ്രമാണത്തിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യം നൽകിയിട്ട് ക്രിസ്തു ന്യായപ്രമാണം നമുക്ക് നൽകുവാനായിട്ടിടയായി. എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രമാണം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു എന്ന് പറഞ്ഞ് ന്യായപ്രമാണം ഉപേക്ഷിച്ചപ്പോൾ, ന്യായപ്രമാണം നമ്മൾ മാറ്റിയപ്പോൾ കർത്താവിന്റെ ന്യായപ്രമാണം നമ്മളിലേക്ക് വന്നു. ഞാൻ അതിനൊരു ഉദാഹരണം പറയുവാനായിട്ടിടയായി. ബ്രിട്ടീഷുകാര് നമ്മെ ഭരിച്ച സമയത്ത് ഒരു പ്രമാണം ഉണ്ടായിരുന്നു, ഒരു ലോ ഉണ്ടായിരുന്നു. എന്നാൽ അവര് വിട്ടുപോയപ്പോഴും മറ്റൊരു പ്രമാണം അല്ലെങ്കിൽ മറ്റൊരു റൂൾസ് ആൻഡ് പ്രൊസീജിയർ നമുക്ക് നൽകപ്പെടുവാനായിട്ടിടയായി. അപ്പോ ഭർത്താവ് ന്യായപ്രമാണമാണ്, ഭാര്യ നമ്മൾ ഓരോരുത്തരുമാണ്. ഇനി ഈ ന്യായപ്രമാണത്തിൽ നിന്നും പുറത്തു പോകണമെങ്കിൽ ഒരാൾ മരിക്കണം. ആ മരിക്കാനുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ന്യായപ്രമാണം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, സ്റ്റിൽ അലൈവ് ആണ്. അപ്പൊ ഭാര്യ നമ്മൾ ഓരോരുത്തരുമാണ്. ആരുടെ കൂടെ മരിച്ചു? ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. അത് ഉയർത്തെഴുന്നേറ്റത് അത് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ എന്തായിത്തീർന്നത്? ഞാൻ സ്നാനപ്പെടുവാൻ മറ്റുള്ളവരുടെ മുൻപാകെ എന്നെ തന്നെ അത് പബ്ലിക് ആക്കുവാനായിട്ട് ഇടയായത്. ഇനി 2 കൊരിന്ത്യർ 3:3 വാക്യത്തിൽ പറയുന്നു, അത് മഷി കൊണ്ടല്ല, കൽപ്പലകയിലുമല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ നമ്മളെ പ്രാപ്തരാക്കി ശുശ്രൂഷകന്മാരല്ല, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരാക്കി നമ്മെ നിർത്തുവാനായിട്ടിടയായി. അപ്പോ ഇത് മുഖാന്തരം നമുക്ക് എന്തെല്ലാം നൽകി തന്നു? വചനം നമുക്ക് പുതുക്കി നൽകി തരുവാനായിട്ടിടയായി. എഴുതി വെക്കുക, വചനം പുതുക്കി നൽകി, ജീവൻ പുതുക്കി നൽകി, ആത്മാവിനെ പുതുക്കി നൽകി. ദൈവത്തിന്റെ പ്രത്യേകതയാണ്, കണ്ടാലും ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് പറയുവാനായിട്ടിടയായി. അപ്പോ അതാണ്
അത് ന്യായപ്രമാണത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇനി ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം 7-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയാണ്. ഇത് നമുക്ക് റിലവന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ അതിന്റെ 7-ാം വാക്യം തന്നെ പറയുന്നുണ്ട്. 7-ാം വാക്യം വായിക്കാം. ശുശ്രൂഷ 7:7 നോക്കിയേ. മതി. ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. അപ്പോ ന്യായപ്രമാണം എന്ത് ചെയ്യുന്നതാണ്? അത് റിവീൽ സിൻ, പാപത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പാപം അറിയുന്നതിന് ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു. റോമാലേഖനം 3:20 പറയുകയാണ്, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിഹാരമല്ല വരുന്നത്, പരിജ്ഞാനം അത്രേ വരുന്നത്. എങ്ങനെയാണ് ഈ പരിജ്ഞാനം നമുക്ക് ലഭിക്കുവാനിടയായത്? ഒരു ഉദാഹരണം പറയാം. കർത്താവിന്റെ അടുക്കൽ ഒരു സ്ത്രീ ഓടി വരികയാണ്. അവളുടെ പിന്നാലെ കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം ഓരോ കല്ലുകൾ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവൾ കർത്താവിന്റെ പാദപീഠത്തെങ്കിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ ഇവരെ നോക്കി കർത്താവ് പറയും, ഓടി വരുന്നവരെ നോക്കി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവരെ കല്ലെറിയട്ടെ. അപ്പോ ഇവർക്ക് എങ്ങനെയാണ് ഈ പാപം റിവീലായി കിട്ടിയത് എന്ന് പറഞ്ഞാൽ, ചെയ്യരുത് എന്ന് പറഞ്ഞതായ ഒരു പ്രമാണം അവരുടെ ഉള്ളിലുണ്ട്. ആ പ്രമാണത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് നോക്കുവാൻ കഴിഞ്ഞു. അവരുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലേക്ക് നോക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ പാപിയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ പ്രമാണം ഉള്ളിൽ ഉള്ളവനാണ് അത് ബോധ്യപ്പെടുവാനായിട്ട് ഇടയായത്. അതാണ് ശുശ്രൂഷ, ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ. ന്യായപ്രമാണം ചെയ്യുന്ന കാര്യമാണ്. കണ്ണാടി കാണുവോളം നമ്മുടെ മുഖം ഏറ്റവും നല്ലതാ. പക്ഷെ കണ്ണാടി നോക്കിക്കഴിയുമ്പോഴാണ് നമ്മൾ എത്ര വികൃത ജീവിയാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയുടെ മുൻപിൽ പോയിട്ട്, അല്ലേ? വാക്യം ഞാൻ പറയുന്നില്ല. അപ്പൊ റോമാലേഖനം 4:15 വാക്യം പറയുന്നു. റോമർ 4:15. ന്യായപ്രമാണം ഇല്ലാത്തടത്ത് ലംഘനമില്ല. കാരണം ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് നമുക്കത് മനസ്സിലായത്. മോഹിക്കരുത് എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്നത് മോഹിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അത് കർത്താവിന് മാത്രമേ അറിയുവാൻ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാ കൽപ്പനകളും നാം നോക്കിക്കഴിഞ്ഞാൽ 10ാമത്തെ കൽപ്പനയാണ് മോഹിക്കരുത്. പക്ഷെ അത് നാം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ആ ചെയ്യുന്ന വ്യക്തിക്കും കർത്താവിന് മാത്രമേ അറിയുവാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞു, അല്ലെ? അപ്പം ദ്രവ്യത്തോടുള്ള ആഗ്രഹം, ഇതെല്ലാം എന്താണ്? ന്യായപ്രമാണത്തിന്റെ മോഹത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് റോമർ 7:8-9 വാക്യം പറയുന്നു, ന്യായപ്രമാണം എന്താണ്? ന്യായപ്രമാണം 8-9. പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജ്ജീവമാകുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിച്ചു. അപ്പോ ഞാൻ മരിച്ചു. 8-ാം അധ്യായം റോമർ 8:7 പറയുകയാണ്. റോമർ 8:7, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതായത് ജഡത്തിന്റെ ചിന്ത കൊണ്ടുവരുന്നത് ആരാണ്? പിശാചാണ്. ജഡജീവിതം നയിച്ചാൽ വിശുദ്ധീകരണം ന്യൂട്രലൈസ് ആയി പോകും എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്തതായി പോകുമെന്ന് അവിടെ പറയുകയാണ്. അപ്പോ എന്തൊക്കെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്? റിവീൽ സിൻ, പാപത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകും. മോഹങ്ങൾ ജനിപ്പിച്ച് അത്യന്തം പാപമാക്കുവാനായിട്ട് ഇടയാകും. ഇത് രണ്ടുമാണ് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. റോമർ 7:13 പറയുകയാണ്, അത് കൂടുതൽ എന്നെ പാപിയാക്കുന്നു. ന്യായപ്രമാണത്തിന്റെ മിനിസ്ട്രി നമ്മുടെ കുറ്റം അറിയുക, നമ്മുടെ പാപം വെളിപ്പെടുത്തി തരിക, പാപിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുക. ഇതാണ് നമ്മെ റിവീൽസ് ആക്കുന്നത്. വാട്ട് ഈസ് സിൻ? ലംഘനമാണ് പാപം. ലംഘിക്കണമെങ്കിൽ ഒരു പ്രമാണം വേണം. അപ്പോ ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനമില്ല. ഒരു പ്രമാണം നമുക്കുണ്ട്, അത് ന്യായപ്രമാണമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. 1 കൊരിന്ത്യർ 15:56 പറയുന്നു, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നോക്കിക്കേ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചട്ടങ്ങൾക്കല്ല, ക്രിസ്തുവിനാണ് നാം കീഴ്പ്പെടുന്നത്. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് തിന്നരുത്, തൊടരുത്,
എന്ന് പറയുന്ന, അപ്പോ അതെല്ലാം മാനുഷികമായ നിലയിൽ നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോ കർത്താവ് കൽപ്പിച്ചതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാണ് നാം നോക്കേണ്ടത് എന്നുള്ളത് ഓർപ്പിക്കുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻ, സ്കിൽസ്, സ്പിരിച്വാലിറ്റി, നമ്മുടെ ആത്മീയമായ ഒരു വളർച്ചയ്ക്ക് തടസ്സമാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അപ്പോസ്തലനായ പൗലോസും പറയുന്നു, ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കൽ വരേണ്ടത്, വടിയോടുകൂടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതല്ല, സ്നേഹത്തിൽ വരുവാനായിട്ട് താൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ട് ഒരു വ്യക്തിയെ നേടുവാൻ കഴിയത്തില്ലെന്ന് അപ്പോസ്തലനായ പൗലോസിന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് കർത്താവ് കൊടുത്തതായ പുതിയൊരു കൽപ്പന, അതാണ് സ്നേഹം. ആ സ്നേഹത്തിലാണ് അവരെ നേടുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോ ഈ പ്രമാണത്തിൽ നിൽക്കുമ്പോൾ നമ്മള് എന്താണ്, അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിതരാകണം, എൻലൈറ്റ്മെന്റ് ആകണം, അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിതരാകണം, എനേബിൾമെന്റ് കിട്ടണം. അതായത് എനിക്കില്ലാത്ത കഴിവ് തരുന്ന പരിശുദ്ധാത്മാവ് എന്നെ പ്രാപ്തനാക്കും എന്നുള്ളത് വിശ്വസിക്കണം. എംപവർ ആകണം, അധികാരപ്പെടുത്തുക, ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ് എംപവർ. അപ്പോ ആ എംപവറിലേക്ക് നാം കടന്നു വരുവാനായിട്ട് ഇടയാകണം. 7-ാം അധ്യായം 12-13 വാക്യം വായിക്കുമ്പോൾ, അപ്പൊ പാപത്തിൻ്റെതായ വാക്കിന് അർത്ഥങ്ങൾ നാം നോക്കുകയാണെങ്കിൽ പാപത്തിന്റെ അർത്ഥമാണ് വീഴ്ച, തെറ്റ്, ബലഹീനത, അബദ്ധം. എന്നിട്ട് ചോദിക്കും, ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ചോദിക്കും, ഇതൊക്കെ ആരാ ചെയ്യാത്തത്, ആരാ ഇതിലൊക്കെ വീഴാത്തത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലേ? അപ്പോ നമ്മെ ഈ പാപത്തിന്റെ ട്രൂ നേച്ചർ ഓഫ് സിൻസ് കാണണമെങ്കിൽ ന്യായപ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ ആ പാപത്തിന്റെ ട്രൂ നേച്ചർ നമുക്ക് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോ ഇറ്റ് റിവീൽസ് സിൻ, അത് പാപത്തെ അറിയിച്ചു തരും. ഇറ്റ് എറോസ് സിൻ, എന്നിൽ മോഹത്തെ ജനിപ്പിക്കും. ഇറ്റ് കിൽസ്, ചതിച്ചു കൊല്ലുവാനായിട്ട് ഇടയാക്കും. ഇറ്റ് ഷോസ് ദ സിൻഫുൾ ഓഫ് സിൻ, പാപത്തെ, അത്യന്ത പാപകരമായ അവസ്ഥ എന്നിൽ കാണുവാനിടയാക്കും. മനസ്സിലായല്ലോ? ഇറ്റ് റിവീൽസ് സിൻ, ഇറ്റ് എറോസ് സിൻ, ഇറ്റ് കിൽസ്, ഇറ്റ് ഷോസ് ദ സിൻഫുൾനെസ് ഓഫ് സിൻ. കാരണം ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ തന്നെ ജഡമയനായ അവസ്ഥ എന്നിലുണ്ട്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയി എങ്കിൽ തന്നെയും ഞാൻ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഞാൻ എന്നിൽ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ആയിരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ എവിടെയാക്കി വെച്ചിരിക്കുകയാണ്? ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ സിംഹാസനസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. ക്രിസ്തുവാണ് എന്നെ ഭരിക്കുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്നെ ഭരിക്കുന്നത്. എന്നാൽ ഞാൻ അപ്പോൾ ഈ പഴയ മനുഷ്യൻ, നേരത്തെ നമുക്ക് ന്യായപ്രമാണം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ വേറൊരു മനുഷ്യൻ, വേറൊരു ആത്മാവ് നമ്മളിൽ അധിവസിക്കുകയാണ്, അത് കർത്താവിന്റെ ആത്മാവാണ്. അപ്പോൾ രണ്ട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ നാം പോഷിപ്പിക്കുന്നത് ആരെയാണ്? അവനാണ്, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നാം നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ച് നാം വളർത്തുവാൻ തക്കോണം ഇടയാകുന്നെങ്കിൽ കർത്താവ് സിംഹാസനസ്ഥനായിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ജഡീക ചിന്തകൾ വരുമ്പോൾ ഈ പഴയ മനുഷ്യനായ ആദാം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സിംഹാസനത്തിലേക്ക് കയറുവാനായിട്ട് ശ്രമിക്കും. അവിടെയാണ് നമുക്ക് വീഴ്ചകൾ സംഭവിക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോ 12-ാം വാക്യത്തിൽ പറയുകയാണ്, ദ ലോ കനോട്ട് ചേഞ്ച് യു. ഈ ന്യായപ്രമാണം നമ്മെ മാറ്റുവാനായിട്ട് ഇടയാകത്തില്ല, വ്യത്യാസപ്പെടുത്തുവാൻ കഴിയില്ല. ബട്ട് പാപമാണെന്ന് വെളിപ്പെടുത്തുവാൻ കഴിയും. ദ ലോ കനോട്ട് എനേബിൾ യു ടു ഡു ഗുഡ്. ഇത് നമ്മെ നല്ലത് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല. ഓൺലി ദ ഹോളി സ്പിരിറ്റ് ക്യാൻ എനേബിൾ യു. പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മെ അത് നല്ലത് ചെയ്യുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ജഡമയൻ, പൗലോസ് പറയുന്ന 18-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ ജഡമയൻ. അപ്പോ 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ പരമാധികാരം അല്ലെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻസ് പറയുകയാണ്. ലോ കനോട്ട് ചേഞ്ച് യു. ആ ന്യായപ്രമാണത്തിന് ഇത്ര മാത്രമേ സാധിക്കത്തുള്ളൂ.
ഈ ന്യായപ്രമാണം കൊണ്ട് എനിക്ക് ഒരു വ്യത്യാസവും വരുത്തുവാനായിട്ട് കഴിയത്തില്ല. ലോ കനോട്ട് മേക്ക് യു ടു ഡു ഗുഡ്. നിന്നെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കത്തില്ല ഈ ന്യായപ്രമാണം കൊണ്ട്. ഇറ്റ് കനോട്ട് ചേഞ്ച് യു, ഇറ്റ് കനോട്ട് എനേബിൾ മീ ടു ഡു ഗുഡ്. ദ ലോ കനോട്ട് സെറ്റ് യു ഫ്രീ. നിന്നെ സ്വതന്ത്രനാക്കുവാനും ഈ ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. അപ്പൊ അതാണ് അതിന്റെ പരിമിതി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് അവർ ഓൾഡ് നേച്ചർ. നമ്മുടെ പഴയ മനുഷ്യനിലെ പ്രകൃതമാണ് ഇപ്പോൾ പറയുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഇറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് എ ബിലീവർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഈദർ. അപ്പൊ രണ്ട് രീതിയിലാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, പഴയ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടും. രണ്ട്, പുതിയ ആത്മാവുള്ള മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോ കൊരിന്ത്യനിൽ പറയുകയാണ്, പ്രാകൃതന്മാർ, ജഡികന്മാർ, ആത്മീകന്മാർ. 3 കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോ ചർച്ചിൽ സൺഡേ വരുമ്പോൾ നാം ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആരായി മാറി? ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല. ആരാധനയും പ്രാർത്ഥനയും കൈകൊട്ടും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ആരായി മാറി? ആത്മീയനായിട്ട് മാറി. കമ്മിറ്റി മീറ്റിംഗിലോ ജഡീകനായിട്ട് മാറി. പുറത്തേക്ക് വരുമ്പോഴോ പ്രാകൃതനായി മാറി. നോർമൽ മാൻ, നാച്ചുറൽ മാൻ ആയിട്ട് മാറി. വ്യത്യാസം മനസ്സിലായല്ലോ? അത് കാരണം ബോഡി ഈസ് നാച്ചുറൽ. അപ്പൊ ഈ പൗലോസിന്റെ ഈ 7-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ പൗലോസ് ഇതൊന്ന് വിവരിച്ചു പറയുവാനായിട്ടാണ് തന്നെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുവാനായിട്ടിടയായത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാനോ ജഡമയൻ എന്ന് പറയുവാനായിട്ടിടയാകുന്നത്. മനസ്സിലായോ? അപ്പോ ബോഡി, ശരീരം ആരെ സേവിക്കുന്നു? ശരീരം ആരെ സേവിക്കുവാനും ഒരുക്കമാണ്. ഇത് ദ നാച്ചുറൽ മാൻ, അല്ലെങ്കിൽ ആത്മീയനായിട്ട് നിൽക്കുവാനും ശരീരം ഒരുക്കാണ്. അപ്പോ ലോ ഈസ് എസെൻഷ്യൽ അല്ലെ, എസെൻഷ്യലി ഗുഡ്. പ്രമാണം നൽകിയത് നല്ലതാണ്. ബട്ട് ഞാനാണ് ജഡമയനായി തീർന്നത്, ഞാനാണ് ബാഡായി മാറിയത്. അതുകൊണ്ടാണ് ഇത് രണ്ടും ചേരാത്തത്. അതുകൊണ്ടാണ് ഒന്നിനെ തള്ളിക്കളയണം എന്ന് പറഞ്ഞത്, ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത്. രണ്ടും ചേർത്തുകൊണ്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. ചേർത്തുകൊണ്ട് പോയാൽ എന്താ പേര് വരുന്നത്? വ്യഭിചാരിണി എന്ന പേര് വരുവാനായിട്ടിടയാകും. അപ്പം ഓൾഡ് നേച്ചർ ഓൾവേസ് വാണ്ട്സ് ടു കീപ് മീ ഇൻ ബോണ്ടേജ്. നമ്മുടെ ആ പഴയ മനുഷ്യനെ എപ്പോഴും ഈ അടിമത്തത്തിൽ നമ്മെ ആക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്, പാപത്തിന്റെ ശക്തിയിൽ നിർത്തുവാൻ. അപ്പോ അതിൽ നിന്ന് വിടുതൽ എന്താണ് ഇതിന്റെ അർത്ഥം? 7:22 വാക്യം വായിച്ചാട്ടെ. 7:22. അപ്പോ എന്റെ ഉള്ളം എന്റെ ഉള്ളത്തിൽ ഞാൻ ആത്മീയ മനുഷ്യനാണ്. അതുപോലെ എന്റെ ഉള്ളിൽ ഒരാളുണ്ട്, എന്റെ പഴയ മനുഷ്യൻ. അതെപ്പോഴും ആ ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് സന്തോഷിക്കുന്നു. ആ ലോ നമുക്ക് നൽകിയിരിക്കുന്ന ആ പുതിയ പ്രമാണം ബ്രേക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വീണ്ടും ജനിക്കുന്നത് വരെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ജനിച്ചപ്പോൾ ഒരാൾ കൂടെ നമ്മോട് ചേർന്നു, സ്വീകരിച്ചു. അതാണ് യേശുക്രിസ്തു എൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്നുള്ള ഗാനം നമ്മൾ പാടുന്നത്. ഇപ്പോൾ എന്റെ ഉള്ളിൽ കർത്താവായ